കുറേ ദിവസമായി ഇങ്ങനെ ഒറ്റയ്ക്കൊന്ന് ഇരുന്ന് നിങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടെന്ന് പറയാം, വളരെ തിരക്കായി പോയി. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങളുടെ നാട്ടിലൊരു സാസിൽ കെയർ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി, ഒരു ബിസിനസ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ ഒത്തിരി അധികം തിരക്കുകളിൽ പെട്ടുപോയതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ നമ്മളുടെ വീഡിയോസിൽ കൂടെ എല്ലാം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിൽ കൂടെ നമ്മളുടെ വാട്സാപ്പ് ചാനലിൽ കൂടെ നമ്മൾ പല ആളുകളായിട്ടും ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി സംവദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കഥകൾ കേൾക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ വന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ വന്നത്. പലപ്പോഴും നമ്മളുടെ ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്ന പുസ്തകങ്ങൾ ഒരു ടൈപ്പ് ഓഫ് സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ടൈപ്പ് ഓഫ് ബുക്കുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി ഫോക്കസിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. കുറേ സമയം നമ്മൾ ആ ഒരു ഫോൺ അഡിക്ഷനെ പറ്റി സംസാരിച്ചായിരുന്നു. കാരണം അതെല്ലാം നമ്മളുടെ ഒരു ലൈഫിൻ്റെ സമയം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനങ്ങളായിട്ട് ഞങ്ങൾക്ക് അന്ന് തോന്നിയത് കൊണ്ടായിരുന്നു നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നത്. പൈസേനെ പറ്റി ഡിസ്കസ് ചെയ്തു. നല്ല പൈസേനെ പറ്റിയിട്ട് എങ്ങനെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ടാക്കാമെന്നുള്ള അതിനെ പറ്റിയിട്ട് ഏകദേശം ഇതിനെ പറ്റിയിട്ടൊക്കെ ഏകദേശം ഒരു 60-70 പുസ്തകങ്ങൾ, ഒരു വേൾഡ് ക്ലാസിക് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ ഈ ചാനലിൽ ഒരിക്കലും ഡിസ്കസ് ചെയ്യാത്തൊരു സബ്ജക്റ്റാണ് ഒരു ഫിക്ഷൻ ടൈപ്പ് ഓഫ് ബുക്സ്. ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഞാൻ എപ്പോഴും നോൺ ഫിക്ഷൻ മിക്സ് ചെയ്തിട്ട് വായിക്കുന്ന ഒരാളാണ്. ഞാൻ പിന്നെ നമ്മളുടെ കേൾക്കുന്ന ആളുകൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കൂടുതലും നമ്മളുടെ ഒരു നോൺ ഫിക്ഷണൽ ബുക്സിലേക്ക് നമ്മൾ ചാനലിൻ്റെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് എനിക്കൊരു കാര്യം പറയണം എന്ന് തോന്നിയത് എന്താണെന്ന്, ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ് അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ഒരു പുസ്തകം. റിയലി അരുന്ധതി റോയുടെ പുസ്തകങ്ങൾ വായിക്കുന്നവരെ പറ്റിയിട്ട് അവർക്കറിയാം ആ ഒരു ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പോലെയുള്ള പുസ്തകങ്ങൾ ലൈഫിൽ വരുത്താൻ സാധ്യതയുള്ള ചേഞ്ചസിനെ പറ്റിയിട്ട്. ഇത് അതിനേക്കാളും വെരി ഇമോഷണലി ടച്ചായിട്ട് നമ്മുടെ ലൈഫിനെ ഒരു കംപ്ലീറ്റ്ലി മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ബുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തെ പറ്റിയിട്ട് പറയാനായിട്ട് വന്നത്. അപ്പം ഞാനത് വായിച്ച് തുടങ്ങിയിട്ട് കുറച്ചായുള്ളൂ. എനിക്ക് കുറച്ച് നാളുകൾ വായന കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരുന്ധതി റോയുടെ കുട്ടിക്കാലത്തെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അരുന്ധതി റോയുടെ അമ്മേനെ പറ്റിയിട്ടുള്ള പുസ്തകമാണ്. അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഇമോഷണൽ ടോപ്പിക്കാണ്. നമ്മളെല്ലാം വൈകാരികമായിട്ട് കാണുന്ന ഒരാളാണ് അമ്മ. പക്ഷേ അരുന്ധതി റോയുടെ അമ്മയ്ക്കും ഇടയിലുള്ള ഒരു ഇമോഷണൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലായ്മ, ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിലി ഡിസ്കസ് ചെയ്യണം ഒരു സ്റ്റോറി ടൈപ്പ് പുസ്തകമാണിത്. ഇത് ഞാൻ വായിച്ച് തുടങ്ങി കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മളിതിൽ പേരൻസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കുട്ടികളുടെ അടുത്ത് പെരുമാറേണ്ടത് എങ്ങനെ നമ്മൾ അവരെ ഡീൽ ചെയ്യണം എന്നുള്ളതിലൊക്കെ ഒരു വെരി വെരി ഡിഫറെൻ്റ് അപ്രോച്ച് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഞാനത് വായിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രയോ ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് ഒരു 6 വയസ്സോ 7 വയസ്സൊക്കെയുള്ള ഒരു കുഞ്ഞ് അമ്മ എന്ന് പറയണ, അച്ഛൻ എന്ന് പറയണ ആ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ അവർ ഡെയിലി സംസാരിക്കുന്നതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് അവർ അബ്സോർബ് ചെയ്യണത്, എങ്ങനെയാണ് അതിനെ പിന്നീട് ഇപ്പോൾ അരുന്ധതി റോയ് ബുക്കൊക്കെ എഴുതിയത് ലാസ്റ്റ് ഇയർ മറ്റു പബ്ലിഷായ ബുക്കാണ്. അത്രയും കഴിഞ്ഞ പ്രായത്തിൽ വരെ അവരുടെ അടുത്ത് സംസാരിക്കുന്നത്, അവർ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെ പറ്റിയിട്ടാണ് ഈ ബുക്ക് സിംപിളി പറയണത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ മക്കളുടെ അടുത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഒരു കുഞ്ഞുകാലത്തേക്ക് കടന്നു നോക്കുകയാണെങ്കിൽ, ഞാനൊരിക്കലും ഒരു ഇന്നർ ചൈൽഡ് ജേർണലിങ്ങിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുഞ്ഞായിരുന്ന നമ്മളുടെ ഉള്ളിലുണ്ടാവണ ചില ഫീലിങ്ങുകൾ, ആ ചില ഫീലിങ്സ്, അത് നമ്മളുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യണത്, അത് നമ്മളുടെ ലൈഫിനെ പിന്നീട് നമ്മളുടെ സ്വഭാവത്തിലും നമ്മൾ മറ്റുള്ളവരുടെ ഇടപഴകുന്നതിലും വരുത്തുന്ന മാറ്റങ്ങളതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു ജേർണലിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം വാലിഡ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലത്തുള്ള ആ ഒരു കുഞ്ഞു മനസ്സിലുണ്ടായ ചെറിയ നൊമ്പരങ്ങൾ എത്രത്തോളം നമ്മുടെ ലൈഫിനെ പുറകിലോട്ട് വലിക്കണു എന്നുള്ളതിനെ പറ്റിയിട്ട് ആണ് സത്യത്തിൽ ഈ പുസ്തകം പറയുന്നത്. അരുന്ധതി റോയ്, ഞാനും എൻ്റെ ഒരു കുട്ടിക്കാലത്തിൻ്റെ അനുഭവം ഓർക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. എങ്കിലും ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു സ്കൂൾ ലീഡറായിരുന്നു. സ്കൂളിലൊരു സ്റ്റേജിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, ഞാൻ അന്നത് സ്കൂൾ ലീഡർ ആകുമ്പോൾ നമുക്ക് നന്ദി പറയാവുന്നൊരു കർത്തവ്യമുണ്ട് സ്കൂൾ ലീഡർക്ക്.
അങ്ങനെ ഒരു ദിവസമായിരുന്നു എനിക്ക് അന്ന് എൻ്റെ അമ്മ അവിടെ എൻ്റെ സ്കൂൾ നിൽക്കുന്ന സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ആ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള അമ്മയ്ക്കും കൂടി നന്ദി പറയാൻ ഞാൻ സ്കൂൾ ലീഡർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാഷന്മാർ, മോഹൻ മാഷ് എനിക്ക് അന്നത്തെ സ്കൂൾ നന്ദി പ്രസംഗം പഠിപ്പിച്ചു തന്നതും ഞാൻ നന്നായി അത് പഠിച്ചതും, ഒപ്പം ഞാൻ ആ ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഒരു പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ആ സ്കൂളിലെ ഓരോ വിശിഷ്ടാതിഥികളെയും പേരെടുത്ത് പറഞ്ഞ ഒടുവിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് നന്ദി പറയുന്നു എന്ന് അറിയാണ്ട് പറഞ്ഞത് പോയപ്പോൾ ആ നാട്ടിലുള്ള അന്ന് അവിടെ കൂടിയിട്ടുള്ള ആളുകളെല്ലാം ആ ഒരു നിമിഷത്തേക്ക് ഒന്ന് ചിരിച്ചതും ആ ചിരി എൻ്റെ ഉള്ളിലൊരു വേദനയായി മാറിയതും പിന്നീട് ഞാൻ ഒരു സ്റ്റേജിനെ പലപ്പോഴും ഉപയോഗിക്കാതെ ഒരു സോർട്ട് ഓഫ് ഒരു ട്രോമാറ്റിക് എപ്പിസോഡായിട്ട് ഒരു സ്പീച്ചിൽ ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഒരു സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കോൺഫിഡൻസിനെ അതിനേക്കാളും ഹേർട്ടായിട്ടുള്ളൊരു ഇവൻ്റ് എനിക്ക് തിരിഞ്ഞു എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാനൊരു വർഷങ്ങളോളം എനിക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ കോൺഫിഡൻസ് ഇല്ലാണ്ടായിപ്പോയി. എന്നിട്ട് ഞാൻ 2023 മറ്റാണ് ഞാൻ അതൊന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് കരുതി ഞാൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്വേയും അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനും അറിയാനും അങ്ങനെ എൻ്റെ ഒരു ജേണി ആയിട്ടുള്ള ഒരു ടെഡെക്സിലൊക്കെ എത്തിയത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് അത്തരം കുറേ കഥകളാണ് ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതിൽ പറയുന്നത് ഇൻ ദീസ് പേജസ് മൈ മദർ മൈ ഗാങ്സ്റ്റർ ഷാൽ ലീവ്. അതായത് അമ്മേനെ ഒപ്പം തന്നെ ഒരു ഗുണ്ടാ ഗ്യാങ് ആയിട്ടൊക്കെയാണ് അരുന്ധതി റോയ് പലപ്പോഴും ഇതിൽ പറയണത്. ഒരേ സമയം തന്നെ അഭയം തരുന്ന ഒരാളും ഒരേ സമയം തന്നെ പേടിപ്പിക്കുന്ന ഒരാളുമായിട്ട് അമ്മ മാറുന്ന ഒരു വേറെ സിറ്റുവേഷനെ പറ്റിയിട്ടും അരുന്ധതി റോയ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു നോൺ ഫിക്ഷൻ വായിക്കുന്ന ആളുകളാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഫിക്ഷൻ ബുക്കുകളെയും കൂടി വായിക്കണം എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തണം തോന്നി. കാരണം ഞാൻ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഒന്നിരുന്ന് ചിന്തിച്ചു പോവും. നമുക്ക് മറ്റുള്ള ആളുകളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ തന്നെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഇപ്പോൾ വായിച്ച് തീരുന്നു. അതിൽ നിന്ന് എനിക്ക് ഏറ്റവും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പെരുമാറരുത് അല്ലെങ്കിൽ എന്ത് അവരുടെ അടുത്ത് ചെയ്യരുത് എന്നുള്ളതിൽ വലിയൊരു തിരിച്ചറിവാണ് എനിക്ക് ഈ പുസ്തകത്തിൽ നിന്നുണ്ടായത്. ഞാൻ ഈ പുസ്തകത്തിനെ പറ്റിയിട്ട് കൂടുതൽ റിവ്യൂ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ വെരി ഡീറ്റെയിൽ അറിയാൻ ഒത്തിരി അധികം കാര്യങ്ങൾ ഇതിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞങ്ങളൊരു റിവ്യൂ പോലെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ മദർ എന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അരുന്ധതി റോയുടെ ബുക്കിൻ്റെ പേര് മദർ മേരി കംസ് ടു മീ എന്നാണ്. അപ്പോൾ മദർ എന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് വീണ്ടും കാണാം.